ഭക്തരെത്തിക്കൊണ്ടേയിരിക്കുന്നു. അവിടെ വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ്. ഉണ്ണിക്കണ്ണന്റെ പിറന്നാൾ ദിനമായ ഇന്ന് അവിടെ നിന്നും ഭവ്യ, പാർവതിയും MS സനീഷ് കുമാറും ചേരുന്നു. ഗുരുവായൂർ അമ്പല നടയിലാണ് ഉള്ളത്. ഈ ദിവസം ഇവിടെ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയാണ്. ചുറ്റും അമ്പാടിയാണ്. എന്റെ ചുറ്റുമുള്ളത് കുറെ ഉണ്ണിക്കണ്ണന്മാരും രാധമാരുമാണ്. കയ്യിലൊരു കുഞ്ഞ് പിഞ്ച് ഉണ്ണിക്കണ്ണനുണ്ട്. അയാൾ ഭയങ്കര കൗതുകത്തിലാണ്. മൈക്കൊക്കെ കണ്ടതിന്റെ കൗതുകത്തിലാണ്. കുഞ്ഞ് കരച്ചിലൊക്കെ ഉണ്ട്. എന്തായാലും കുഞ്ഞിനെ നമുക്ക് വേഗം അമ്മയുടെ അടുത്തേക്ക് കൊടുത്തേക്കാം. ആള് ഭയങ്കര കരച്ചിലാണെന്ന് തോന്നുന്നു. ഇതാ ചുറ്റും ഒരുപാട് കണ്ണന്മാരുണ്ട്. നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടണം. ഹലോ, എന്താ പേര്? ദിയാലക്ഷ്മി. എവിടുന്നാ വരുന്നേ? മമ്മിയൂര്. നിങ്ങൾ എല്ലാവരും കണ്ണനായതിന്റെ സന്തോഷത്തിലാണ്. ഒരു വലിയ കണ്ണനും ഉണ്ട്. വലിയ സന്തോഷത്തിലാണ്. ഇങ്ങനെ അഷ്ടമിരോണി ദിവസം കൃഷ്ണൻ കെട്ടാന്ന് പറഞ്ഞാൽ തന്നെ അതിലപ്പുറം ഭാഗ്യം വേറെ ഒന്നും നമുക്കില്ല. അനീഷ് കൂടി നമുക്കിപ്പം ചേരുന്നു. അനീഷ്, നമ്മൾ ഈ നിൽക്കുന്നത് മുഴുവൻ കണ്ണന്മാരെ രാധമാരെ നടുക്കാണ്. വല്ലാത്തൊരു അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തൊരു സന്തോഷം അല്ലേ? തീർച്ചയായും രാവിലെ മുതൽ തന്നെ ഈ ചിരിക്കുന്ന മുഖങ്ങളാണ് കാണുന്നത്. പ്രത്യേകിച്ച് മമ്മൂര് പോയപ്പോ ഉറിയടി കാണുന്നു, അവിടുന്ന് ഈ രാധാമാധവ നൃത്തം കാണുന്നു. അങ്ങനെ വളരെ വൈബായ ഒരു ദിവസമാണ്. ഭയങ്കര രസകരമായ ദിനമാണ്. എവിടുന്നാ വരുന്നത്? കോഴിക്കോട്. കോഴിക്കോട് എവിടെ? രാമനാട്ടുകര. രാമനാട്ടുകര. ഇത് ആദ്യമായിട്ടാണ് വരുന്നത്? അല്ലല്ല, ഞങ്ങൾ ഒരുമിച്ച് 5 വർഷമായിട്ട് ഇപ്പൊ എല്ലാ വർഷവും വരുമോ? ഇവിടെ വേഷം കെട്ടാൻ വേണ്ടിട്ട്. ഇവിടെ വരണമെന്ന് അല്ല, എന്റെ വീട് ഗുരുവായൂർ തന്നെയാണ്. ഇതെന്റെ അനിയത്തിയാണ്. ഞങ്ങൾ ഇവിടെ തന്നെയാണ്. കഴിഞ്ഞ കൊല്ലം രഥത്തിലെ കൃഷ്ണനായിരുന്നു. ഇപ്രാവശ്യം ഭഗവാൻ അനുഗ്രഹിച്ച് ഇങ്ങനെ വേഷം കെട്ടാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതെ, അതിനുവേണ്ടി കോഴിക്കോട് നിന്ന് വന്നതാണ് വേഷം കെട്ടാൻ വേണ്ടിട്ട്. എന്തൊക്കെയാണ് പരിപാടികളുള്ള? അല്ല, ആദ്യം കഴിഞ്ഞ പ്രാവശ്യം രഥത്തിലായിരുന്നു. ഈ പ്രാവശ്യം ഇപ്പൊ നടന്നിട്ടാണ്. ഘോഷയാത്രയുടെ മുന്നിലായിരുന്നു, കൂടെയായിരുന്നു. പിന്നെ ഇങ്ങോട്ട് കയറിയതായിരുന്നു. കുഞ്ഞു കണ്ണന്മാരാണല്ലേ? പേരെന്താ? വിഹാൻ. വിഹാൻ. വിഹാൻ ഇന്ന് എന്താ പ്രത്യേകത ഇന്നത്തെ ദിവസത്തിന്റെ? ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. ഇന്ന് എല്ലാരും കണ്ണനായിട്ട് വരും. എല്ലാ കണ്ണന്മാരും വന്നിട്ട് ശ്രീകൃഷ്ണനെ തോഴ്ത്തിട്ട് പോകും. എല്ലാരും കാണണ്ടേ ശ്രീകൃഷ്ണനെ? എല്ലാരും കാണാൻ വേണ്ടിയാണ് എല്ലാരും കൃഷ്ണനായിട്ട് ഒരുങ്ങി വരുന്നത്. കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണ് കൃഷ്ണൻ. എന്താ ഇഷ്ടപ്പെടാൻ കാരണം എന്താ? ശ്രീകൃഷ്ണൻ നല്ല ഭംഗിയുള്ളതാണ്. ശ്രീകൃഷ്ണൻ ഈ ഭൂമിനൊക്കെ രക്ഷിക്കും, ഒക്കെ എല്ലാം ചെയ്യും. പിന്നെ ഈ വെണ്ണ കട്ട് തിന്നുന്ന ചെറിയ ചെറിയ കുസൃതി പരിപാടികളുണ്ട് അല്ലേ? അതുകൊണ്ടുകൂടിയാണ് ഇഷ്ടം. വേറെ ദൈവങ്ങളൊന്നും കുസൃതി കാണിക്കുന്നതായിട്ട് അറിയത്തില്ല അല്ലേ? മോൻ കുസൃതിയാണോ? ഈ കൃഷ്ണൻ കുസൃതി കൃഷ്ണനാണോ? ആണല്ലേ? അനീഷ്, നമുക്ക് ആരെടുത്തേക്ക് പോകണമെന്നൊരു കണ്ണന്മാരാണ്. ചിരിച്ചു നിൽക്കുന്ന കണ്ണന്മാര്. മോളുടെ പേരെന്താ? അനിഹാപ്പി ദിലീഷ്. ഇന്നെന്താ പ്രത്യേകത? എന്താ അഷ്ടമിരോഹിണി കൃഷ്ണന്റെ ജന്മദിനം. ഇന്ന് എല്ലാ വർഷവും ചെയ്യാറുണ്ടോ? അതോ ആദ്യമായിട്ടാണോ വരുന്നത്? എല്ലാ വർഷവും ചെയ്യാറുണ്ട്. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണിത്. ഭഗവാന്റെ അനുഗ്രഹത്താൽ. അവിടെ ഒരു കുഞ്ഞു കണ്ണനുണ്ട്. പേരെന്താ? കൈലാസ്നാഥ്. കണ്ണൻ. കൗതുകത്തിൽ നോക്കിയിരിക്കണം മൈക്കൊക്കെ. ചോദിച്ചോ. ഹലോ, എന്താ പേര്? അനയ. അനയ. രാധയാണോ? എവിടെ രാധയുടെ കണ്ണൻ? എവിടെ? ഇരിക്കുന്നു. കണ്ണന്റെ പേരെന്താ? അയാൻ. മോളുടെ പേരെന്താ? മിയ. മിയ. നമ്മളെ എങ്ങോട്ട് പോണത്? എല്ലാരും നമ്മളെ നോക്കുന്നുണ്ട്. ആരെടുത്തേക്ക്? ഈ രാധയുടെ പേരെന്താ? ദിയ. എത്രയില പഠിക്കുന്നേ? 4. ഈ കണ്ണന്റെ പേരോ? ശ്രീഹാൻ. ശ്രീഹാൻ. ഈ രാധ എത്രയില? 5. കണ്ണൻ എവിടെ? കണ്ണൻ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? കൃഷ്ണ ജയന്തി. കൃഷ്ണ ജയന്തിയാണോ? കൃഷ്ണന്റെ ബർത്ത്ഡേ ആണോ? എന്നിട്ട് കൃഷ്ണനെ വിഷ് ചെയ്തോ? എന്താ പറഞ്ഞേ കൃഷ്ണനോട്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അല്ലേ? അയ്യോ, ഇവിടെ ഒരു നല്ല കുട്ടി കൃഷ്ണൻ. ഈ മുടിയൊക്കെ സ്വന്തം മുടിയാണോ ഇത്? ആണോ? അല്ലല്ലോ. കള്ളത്തരം പറയരുത്. കണ്ണൻ കള്ളം പറയോ? ഇല്ലേ? പേരെന്താ? സ്വാസിക. എത്രയിലാ പഠിക്കുന്നേ? നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ. ആരാ ഒരുക്കിയേ? അമ്മയാണോ? കൃഷ്ണനോട് എന്താ പറഞ്ഞേ? തൊഴുതോ കൃഷ്ണനെ? കൃഷ്ണന് ഇഷ്ടമാണോ? എന്തോ പറഞ്ഞേ? ഞാനൊന്ന് ആലോചിക്കട്ടെ എന്താ പറഞ്ഞേന്ന്. എവിടെ നോക്കിയാലും കണ്ണനും രാധയുമാണ്. അത്രമാത്രം പൂർണ്ണമായി ഈ ഗുരുവായൂർ ക്ഷേത്രവും പരിസരവും അമ്പാടിയായി കഴിഞ്ഞു. എന്തായാലും അന്നദാനം ഒരു വശത്ത് നടക്കുന്നുണ്ട്. 40,000 പേർക്കുള്ള സദ്യയാണ്. ഞങ്ങളും സദ്യ കഴിക്കാൻ പറ്റുമെന്നൊരു ട്രൈ ചെയ്തു, പക്ഷെ നടന്നില്ല. എന്തായാലും ഒരുപാട് പേര് ഒരു വശത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് അഭൂതപൂർവമായ തിരക്ക് എന്ന് തന്നെ പറയണം. അത്രമാത്രം ആളുകൾ ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. ഒരു നോക്ക് ഗുരുവായൂരപ്പനെ ഒന്ന് കാണാൻ, ഉണ്ണിക്കണ്ണനെ ഒന്ന് കാണാൻ വേണ്ടിയുള്ള തിരക്കാണ്.
എല്ലാവരെയും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അനീഷ് എന്തായാലും അത്രമാത്രം തിരക്കാണ്, ആളുകളൊക്കെ ഒന്ന് കാത്തു നിൽക്കുവാണ് ഒന്ന് കണ്ണനെ കണ്ടുപോവാൻ. തീർച്ചയായും. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ ഈ അഷ്ടമിരോഹിണി ആഘോഷം അതിന്റെ ഒരു പൂർണ്ണ തോതിൽ നടക്കുന്നുണ്ടായില്ല. കാരണം ഈ പ്രകൃതി ദുരന്തങ്ങൾ, മറ്റു പല പ്രശ്നങ്ങളായി, കോവിഡ് മുതൽ ഇങ്ങോട്ട് വലിയ പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ഒരു ക്ലീനായ ഒരു കൃഷ്ണാഷ്ടമി ദിനമാണ് ലഭിച്ചത്. നമ്മുടെ ഇത്തവണ ഓണം കണ്ടു. ഓണം എല്ലാവരും ഭയങ്കര ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന കാഴ്ച കണ്ടു. അതുപോലെ തന്നെയാണ് ഇത്തവണ അഷ്ടമിരോഹിണിയും. എല്ലായിടത്തും വലിയ ആഘോഷം, ആഹ്ലാദം, ജനക്കൂട്ടം ഒക്കെയാണ് കാണുന്നത്. ഗുരുവായൂരിലേക്ക് വലിയ തോതിലുള്ള ഭക്തജന പ്രവാഹം അനുഭവപ്പെടുന്നു. ഉച്ചതിരിഞ്ഞുള്ള ഘോഷയാത്രയിലും ഭക്തരുടെ സജീവ സാന്നിധ്യമുണ്ടാവും. ഘോഷയാത്രയാണ്. എന്തായാലും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഗുരുവായൂരിൽ നിന്നും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ശരി, ഭവ്യയും അനീഷുമാണ് ഗുരുവായൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. എന്തായാലും തുടർന്നുള്ള മണിക്കൂറുകളിലും അവിടെ നിന്നുള്ള വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. പിറന്നാൾ സദ്യയും ശോഭായാത്രയും ശ്രീകൃഷ്ണ ദർശനവും ഉൾപ്പെടെ വർണ്ണാഭമായ പരിപാടികളിൽ പങ്കാളികളാകാൻ നിരവധി പേരാണ് ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ചരിത്രവും ഐതിഹ്യവും വിശ്വാസവും സംഗമിക്കുന്ന ഭൂമികയാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇന്നിവിടെ അഷ്ടമിരോഹിണി നാളിൽ കണ്ണന്റെ പിറന്നാൾ ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. പുലർച്ചെ 4 മണിയോടുകൂടി തന്നെ ഭക്തജനങ്ങളുടെ തിരക്ക് ഇവിടെ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ഗുരുവായൂർ എന്ന് അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലേക്ക് കൊല്ലം, തമിഴ്നാട് തുടങ്ങിയ മറ്റ് സംസ്ഥാനങ്ങളിലും കൊല്ലം ജില്ലയിൽ നിന്നടക്കമുള്ള ഭക്തജനങ്ങൾ വരുന്നത് പതിവാണ്. ഗുരുവായൂരിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഭക്തജനങ്ങളാണ് കൂടുതലായും ഇങ്ങോട്ടേക്ക് വരുന്നത്. ഗുരുവായൂരിനെക്കാളും തിരക്ക് കുറവും കണ്ണനെ മതിയാവോളം തൊഴാനുമുള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ അന്നദാന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. രാവിലെ മുതലുള്ള തിരക്ക് ഇപ്പോൾ അല്പം കുറവാണെങ്കിലും വൈകുന്നേരം ശോഭയാത്രയോട് അടുക്കുമ്പോൾ ഇവിടെ കനത്ത തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ സംതൃപ്തിയുണ്ട്. കാരണം ഞാൻ എല്ലാ മാസവും ഗുരുവായൂരിൽ പോകുന്നതാണ്. ഇപ്രാവശ്യം പോകാൻ പറ്റിയില്ല. ബേസിക്കലി ടിക്കറ്റ്സ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ അതിനേക്കാളും ഉപരി ഒരു സന്തോഷവും സംതൃപ്തിയും ഉണ്ടായി. കാരണം എല്ലാം മനസ്സറിഞ്ഞ് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട്. എവിടെ പോയാലും ഞാൻ ആഗ്രഹിച്ചു വന്ന ഒരു അവല് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നേ. ഒരു അമ്മ വന്ന് അവല് തന്നു. ഇപ്പൊ പാൽപ്പായസം ഞാൻ കൊടുത്തില്ല എന്നൊരു വിഷമം ഉണ്ടായിരുന്നു. പാൽപ്പായസം കൗണ്ടറിൽ നിന്ന് തന്നായിരുന്നു. അപ്പൊ എന്ത് വേണം, ഞാൻ ഒരുപാട് നന്ദി കണ്ണന് പറയാൻ. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയെ 8 വീട്ടിൽ പിള്ളമാരിൽ നിന്നും രക്ഷിച്ച ശ്രീകൃഷ്ണനെയാണ് പിന്നീട് അനിഴം തിരുനാൾ മഹാരാജാവ് പ്രതിഷ്ഠിക്കുകയും ആരാധിച്ചു പോരുകയും ചെയ്തിരുന്നത്. ഇരു കൈകളിലും വെണ്ണ പിടിച്ചുകൊണ്ടുള്ള ബാലരൂപത്തിലുള്ള ഉണ്ണിക്കണ്ണനെ ഒരു നോക്ക് കാണാനും പിറന്നാൾ ആശംസകൾ അറിയിക്കാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും ഭക്തജനങ്ങളുടെ തിരക്ക് തുടരുകയാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രാങ്കണത്തിൽ നിന്നും ക്യാമറമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം.